സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിൽ വരാനിരിക്കെ കേരളത്തിലെ പ്രധാന മുന്നണികളിലെല്ലാം സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ മുന്നണികൾ ഉഭയകക്ഷി തലങ്ങളിൽ അനൌദ്യോഗിക ആശയവിനിമയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വാർഡ് പുനർനിർണയം പല പ്രദേശങ്ങളിലും പുതിയ വെല്ലുവിളികൾ ഉയർത്തിയ സാഹചര്യത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കി വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് മുന്നണികളുടെ തീവ്ര ശ്രമം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുപിടിക്കാനും നിലവിലുള്ള ഭരണങ്ങൾ നിലനിർത്താനുമാണ് UDFനെ നയിക്കുന്ന കോൺഗ്രസ് തീവ്രമായി ശ്രമിക്കുന്നത്. എന്നാൽ മുന്നണിക്ക് ഉള്ളിൽ തന്നെ നടക്കുന്ന തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാദേശിക തലങ്ങളിൽ ശ്രദ്ധയോടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ചില സീറ്റുകൾ വിട്ടുകൊടുത്തും മറ്റു ചിലത് വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. UDFനകത്ത് RSPയും മുസ്ലിം ലീഗും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകളുള്ളത്. ഈ കക്ഷികളെ ഒപ്പം നിർത്താൻ പല പഞ്ചായത്തുകളിലും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയുണ്ട്. ഈ വിഷയങ്ങളിൽ ഉഭയകക്ഷി തലത്തിൽ അനൌദ്യോഗിക ധാരണകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. മണ്ഡലം തല UDF ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ചില പഞ്ചായത്തുകളിൽ പതിവിന് വിപരീതമായി സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കാനും മുന്നണിക്ക് അകത്ത് ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. LDFൽ സീറ്റ് വിഭജനം സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾ CPMഉം CPIയും തമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. വാർഡുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ വർധനവനുസരിച്ച് ആനുപാതികമായി സീറ്റുകൾ പങ്കിടുക എന്ന പൊതുധാരണയിലാണ് ഇരു പാർട്ടികളും തമ്മിൽ ഉയർന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് മുന്നണിയിലെത്തിയതും കേരള കോൺഗ്രസ്, ജനതാദൾ തുടങ്ങിയ മറ്റ് സഖ്യകക്ഷികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPM CPI ധാരണ അന്തിമമാക്കിയ ശേഷം മുന്നണി യോഗം ചേർന്ന് മറ്റ് സഖ്യകക്ഷികളുമായുള്ള സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം നിലനിർത്തുക എന്ന പ്രഥമ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇടതുമുന്നണിയുടെ തന്ത്രപരമായ നീക്കം. BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയും തിരഞ്ഞെടുപ്പിനായി സജീവമായി ഒരുങ്ങുകയാണ്. പരമാവധി സീറ്റുകളിൽ മത്സരിക്കുന്നതിനോടൊപ്പം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ ഉയർന്ന വോട്ട് ഷെയർ ഉറപ്പാക്കുക എന്നതാണ് BJPയുടെ പ്രധാന ലക്ഷ്യം. കാമരാജ് കോൺഗ്രസ്, ശിവസേന, ലോക ജനശക്തി പാർട്ടി തുടങ്ങിയ കക്ഷികളെയും ചില പ്രദേശങ്ങളിൽ NDAയുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കാട്ടാക്കട മണ്ഡലത്തിലെ 1ാം സ്ഥാനം നിലനിർത്താനുള്ള തീവ്ര ശ്രമവും BJP നടത്തുന്നുണ്ട്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിനപ്പുറം ഭാവി രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. BJP വാർഡ് തല സ്ഥാനാർത്ഥി പട്ടിക ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ പട്ടികയിൽ മാറ്റം വരുത്താനാണ് പാർട്ടി ആലോചിക്കുന്നത്. എതിരാളികളുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അവസാന നിമിഷം വരെ മാറ്റങ്ങൾ വരുത്താനുള്ള തന്ത്രമാണ് NDA സ്വീകരിക്കുന്നത്. വാർഡ് പുനർനിർണയത്തെ തുടർന്നുള്ള പ്രതിസന്ധികളെ മറികടന്ന് മുന്നണി തർക്കങ്ങൾ ഇല്ലാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഓരോ പാർട്ടിക്കും കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരം നിർണയിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ശക്തി പ്രകടനമായതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും അതീവ ഗൗരവത്തോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്.